ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ കാണുന്ന അൾജീരിയ സ്ലൈഡിംഗ് വിൻഡോനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നത് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോനെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും വിൻഡോസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അൾജീരിയ സ്ലൈഡിംഗ് വിൻഡോനെക്കാട്ടി ഒരുപാട് റേറ്റ് കുറവാണ് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ. നമുക്ക് വീടാണെങ്കിലും ഓഫീസ് റൂം ആണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ ആണ് കേട്ടോ. ഫുൾ അലുമിനിയാണ് വിത്ത് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അൾജീരിയയും ഇതും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂമിനിയത്തിൽ കനത്തിലും അതേപോലെ അതിൻ്റെ വീതിയിലുള്ളൊക്കെ ഡിസൈനിലൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ അതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. എന്നാൽ അതിനപേക്ഷിച്ച് ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ. ഈ കാണുന്ന സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിൻഡോ ആണ്. എന്നാൽ അൾജീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന UPVC വിൻഡോസിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്ന ഒന്നാണ്. എന്തായാലും നമുക്ക് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ മെറ്റീരിയലൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോൻ്റെ ഔട്ടർ ഫ്രെയിമാണ് കേട്ടോ. അതായത് അതിൻ്റെ കട്ടിലാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇതൊരു 2.5 ഇഞ്ചിൻ്റെ മേലെ വീതി വരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കൂ. ഈ ട്രാക്കിൻ്റെ മേലെ കൂടെയാണ് ഇതിൻ്റെ ഡോറ് പോവുക. വളരെ സ്മൂത്തായിട്ട് പോവും കേട്ടോ. അതിൻ്റെ ഒരു രൂപം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ പോയിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമാണ് ബാക്കി ഡോറും കാര്യങ്ങളൊക്കെ അളവെടുത്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത്രയും വിൻഡോ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഔട്ടർ ഫ്രെയിമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോട്ടം ഫ്രെയിമാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടം ഫ്രെയിമിൻ്റെ ഇതിൻ്റെ ഉൾവശത്ത് കൂടെയാണ് ഈ ഡോറ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് 2 ഐറ്റം ഫ്രെയിമാണ് വരുന്നത്. ഈ ഔട്ടർ ഫ്രെയിമിന് 2 ഐറ്റം, ബോട്ടം ഫ്രെയിമും പിന്നെ ടോപ്പും 2 സൈഡും വരുന്നത് ഈ റെയിലില്ലാത്ത ടൈപ്പാണ് വരിക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ റെയിലില്ലാത്ത ടൈപ്പ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറ് ചട്ടം പരിചയപ്പെടാം. ഇത് ഒരു ഐറ്റം ചട്ടാണ്. 3 ഐറ്റം ചട്ടാണ് ഇതിന് വരിക. അത് ബോട്ടം ചട്ടാണ് വരിക കേട്ടോ. ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു വീല് കടത്തി വിടാനുണ്ട്. അതിനുള്ളൊരു ഗ്യാപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ മേൽവശം വരുന്നത് ഗ്ലാസ് ഇടാനും ഈ അടിവശം വരുന്നത് നമുക്ക് വീല് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഐറ്റം സെക്ഷനാണ് വരുന്നത്. ഇനി അടുത്തത് വരുന്ന സെക്ഷൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല ഹെവി സാധനങ്ങളാട്ടോ വരുന്നത്. അതായത് ഇത് ഒരു പ്ലെയിൻ സെക്ഷനാണ് വരുന്നത്. അതായത് ഹൈറ്റും ടോപ്പിലെ ക്രോസും ആണിത് എടുക്കുക. അതേപോലെ ഒരു ഹൈറ്റ് സെക്ഷൻ കൂടി വരുന്നുണ്ട്. അതൊരു ലോക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഡോറിന് 2 ലോക്ക് വരും. അതൊരു ഈ 2 ലോക്കും പാടെ ചേർന്ന് ഇരിക്കുന്ന ഇതാണ് ലോക്ക് വരുന്നത്. 2 ഡോറും പാടെ ഒരു കുളത്ത് പോലെയാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത്. അങ്ങനെ നമുക്കിതിൻ്റെ ഡോർ ചട്ടം എന്ന് പറഞ്ഞാൽ 3 ഐറ്റം ഫ്രെയിമാണ് വരിക. അതേപോലെ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിമിന് 2 ഐറ്റം ഫ്രെയിമാണ് വരിക. അങ്ങനെ മൊത്തം 5 ഐറ്റം ഫ്രെയിം നമുക്ക് വേണം ഈ ഒരു സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ ഉണ്ടാക്കാൻ. ഇപ്പോൾ നമ്മൾ ഒരു വിൻഡോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടോ, വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. അതിൽ എത്ര വെയിറ്റുള്ള ഗ്ലാസ് ഇട്ടാലും ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു വെയിറ്റ് പറഞ്ഞാൽ മാക്സിമം 5 mm വരെയാണ് ഇതിൻ്റെ ഗ്ലാസ് ഇടാൻ പറ്റുള്ളൂ. അതിൻ്റെ മേലേക്ക് ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിന് ചുറ്റോറും ഒരു കനമുള്ള ബീഡിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ബീഡിങ് ഈ ഗ്ലാസും പാടെ ഈ ചാനലിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് സെറ്റാവും. ഇതാണ് അതിൻ്റെ റണ്ണർ വരുന്നത് കേട്ടോ. അതായത് റണ്ണർ വീല് വരുന്നത്. ഈ ഒരു വീല് ഒരു നമ്മൾ വീതിക്കനുസരിച്ച് 1, 2, 3 ഒക്കെ കൊടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് ബോട്ടം ചാനലിലേക്ക് ഈ വീല് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷമാണ് ഇത് ഈ റെയിൽ കൂടെ ഓടുന്നത്. അപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് അത് ഓടുക കേട്ടോ. ഇനി ഇതിൽ ഗ്ലാസിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നാലും ഈ ഒരു പ്ലേ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളിത് 2 ഡോറും പാടെ വരുന്ന സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതിലാണ് 2 ലോക്ക് വരിക കേട്ടോ. അപ്പോൾ ഈ ലോക്ക് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പൂട്ടുന്നതല്ല. അതായത് ഒരു ലോക്കിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിലൂടെ പൊടിയും കാര്യങ്ങളൊന്നും കയറാതിരിക്കാനുള്ള ലോക്ക്. അതായത് ഇതൊരു ലോക്കാണ്. അതേപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ഇത് നമ്മൾ 2 ഇതുകൊണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ഒരു ലോക്ക്, ഇത് കണ്ടോ, ഇത് 2 നമ്മൾ കൂട്ടിയിരിക്കുന്ന സമയത്ത് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ള് ടൈറ്റാണ്. ഒന്നും ഒരു ചെറിയൊരു മറ്റെന്താ പറയുക, കൊതുക് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടില്ല. അപ്പോൾ ഇതാണ് 2 സിസ്റ്റം. പിന്നെ 2 സൈഡിലും ആണ് നമ്മൾ ഇതിനൊരു ലോക്ക് വെക്കുക.
നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഔട്ടർ ഫ്രെയിമിൻ്റെ ഈ കാണുന്നതാണ് റണ്ണർ സെക്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെയാണ് റണ്ണർ പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഇരു സൈഡിൽ വരുന്നത് ടോപ്പിൽ വരുന്ന സെക്ഷനാണ്. ഇതിലോട്ടാണ് ഡോറ് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ എണ്ണത്തിൻ്റെ ഔട്ടർ ഫ്രെയിം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതായി കാണുന്നതൊക്കെ ഇതിൻ്റെ ഡോർ സെക്ഷനാണ് വരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഡോറിൻ്റെ ചട്ടത്തിൻ്റെ ഹൈറ്റ് ഭാഗമാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻഡ് സൈഡ് നമ്മൾ കുതഞ്ഞെടുത്തിട്ട് അതിലോട്ടാണ് ഇതിൻ്റെ ക്രോസ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ വിൻഡോ ചെയ്തെടുക്കുന്ന രീതി. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വല്ല പിസറും കാര്യങ്ങളൊക്കെ അധികം നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ജോയിൻറ്റിന് സമയത്ത് പെർഫെക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഫയൽ ചെയ്ത് ക്ലിയർ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ നമ്മളതിൻ്റെ ക്രോസിലെ അടിഭാഗത്ത് വരുന്ന പീസാണ്. അതിൽ നമ്മൾ വീലും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടോപ്പിൽ വരുന്ന സെക്ഷൻ വേറെയാണ്. അപ്പോൾ ഇത് നമ്മളങ്ങനെ ഡോറ് കൂട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ റണ്ണിങ് വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ വീല് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ക്രൂ മേലോട്ട് വരും. അപ്പോൾ ആ സ്ക്രൂവിനെ നമ്മൾ എന്താ പറയുക, എൻഡ് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് ഭാഗം മേലോട്ട് വരുന്ന സമയത്ത്, ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇടുന്ന സമയത്ത് ആ ഗ്ലാസ് ഈ സ്ക്രൂവിൽ പോയി തട്ടിയിട്ട് ഗ്ലാസ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ ഒന്ന് ഫയൽ ചെയ്തെടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഇടലാണ്. ഇപ്പോൾ സമയം അത്യാവശ്യം വൈകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഗ്ലാസ് ഇട്ട് വെച്ചതിന് ശേഷം ബാക്കി നാളെ ഇടാച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഗ്ലാസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഈ കറക്റ്റ് അളവൊക്കെ കൊടുത്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഗ്ലാസിൻ്റെ 4 വര ആദ്യം നമ്മളൊരു ബീഡിങ് ഇടും. ആ ബീഡിങ്ങിൻ്റെ റബ്ബർ ബീഡിങ് എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ആ ബീഡിങ് നമ്മൾ ആദ്യം ഇതിലോട്ട് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ റബ്ബർ ബീഡിങ് വരുന്നത്. അത് PVC ആണ് വരുന്നത്. അപ്പോൾ ഈ സംഭവം നമ്മൾ കണ്ടോ, ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിലൊരു ഗ്രിപ്പ് പോലെ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഗ്ലാസ് അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൽ വിട്ടു പോരില്ല. അപ്പോൾ ഈ സംഭവം നമ്മൾ ഗ്ലാസിൻ്റെ 4 വശത്തായിട്ട് നമ്മൾ ഇതേപോലെ ഫിക്സ് ചെയ്യും. ഇതിങ്ങനെ ഫിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രെയിമിൻ്റെ ഉൾവശത്തോട്ട് ഇടുക കേട്ടോ. അങ്ങനെ ഉൾവശത്തോട്ട് ഇടുന്ന സമയത്ത് നല്ല ടൈറ്റിലാണ് കയറുക.
അത്രയും നല്ല ടൈറ്റിലാണ് കയറുക. അങ്ങനെ ടൈറ്റിലായിട്ട് കയറി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ഇങ്ങനെ ഇളക്കവും കാര്യങ്ങളൊന്നും വരില്ല. വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും കേട്ടോ. അപ്പോൾ മിനിമം 4 mm ഗ്ലാസ് നമ്മളിതിലിടണം. അതിൻ്റെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 mm എങ്കിലും നമ്മളിതിൽ ഇടണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്ലാസ് ഇടലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ഗ്ലാസും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ സൈറ്റിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇനി സൈറ്റിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോൻ്റെ റേറ്റ് എല്ലാവരും ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് 350 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ്റെ KGക്ക് അനുസരിച്ച് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റേറ്റ് വ്യത്യാസം വരും. ഒരു സ്ക്വയർ ഫീറ്റിന് 350 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് വെക്കാനുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-4.5 ഇഞ്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഗ്രില്ല് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ പുറത്തെ സൈഡിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ മേൽവശത്തൊക്കെ നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്താണ്. അപ്പോൾ അടിവശത്തിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മളിത് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ വർക്കാണ്. കാരണം അവിടെ നിന്ന് മെഷർമെൻറ്റൊക്കെ എടുത്ത് പക്കയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രെയിം ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഡോർ ഇട്ടതിന് ശേഷം അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യണ പണി തന്നെ വരുന്നുള്ളൂ. പിന്നെ ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് സിലിക്കോണൊക്കെ അടിച്ചത് മറ്റേ റെഡിയാക്കി എടുക്കണം. ഇത് നല്ല വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ വെച്ച് അടിക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് 2 അളവ് വന്നു കഴിഞ്ഞാൽ അതിൽ ചെറിയ അളവ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം സ്ലൈഡിങ് ആകുമ്പോൾ കോമ്പറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ലൈഡിങ് ഡോർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ലൂസ് വിട്ട്, അതായത് ചെറിയ അളവിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാലുള്ളൂ ഇതിൻ്റെ നമുക്ക് തൂക്കിട്ട് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പക്കയായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ചെയ്ത സൈറ്റിൽ വല്ലാതെ നമ്മൾ ഈ തേപ്പും കാര്യങ്ങളൊക്കെ വൃത്തിയിൽ അവർ തേച്ചുകൊണ്ട് നമുക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഒരു നൂലോ അര നൂലോ ഉള്ള ഗ്യാപ്പും കാര്യങ്ങളുള്ള അതിന് നമ്മൾ സിലിക്കോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ഇടയിലൊരു ക്രോസ് പട്ട വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിലാണ് നമ്മൾ ലോക്ക് കൊടുക്കുന്നത്. അത് കൈയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ, അത് ലോക്ക് ഓപ്പൺ ആക്കാനൊക്കെ സിമ്പിൾ അതാണ്. അപ്പോൾ കണ്ടോ, ഈ ലോക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ അതൊന്ന് വിടും. പിന്നെ നമ്മൾ സ്ലൈഡ് ചെയ്ത് നീക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പോയിട്ട് ലോക്കാവും. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ലോക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ സൂപ്പർ സീരീസ് സ്ലൈഡിംഗ് വിൻഡോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ ഗ്രില്ലിടുന്ന സമയത്ത് പുറത്തോട്ട് നമുക്കൊരു 4 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് അവിടെ റെഡിയാക്കി വെക്കുക. എന്നാലാണ് നമുക്കിത് ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 ഇഞ്ച് 2.25 ഇഞ്ചോളം വരും. അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ, ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൂക്കും കാര്യങ്ങളൊക്കെ നോക്കി നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അൺസൈസ് വരുന്ന സമയത്ത്, അതായത് ഇപ്പോൾ 3-5 അതേപോലെ ഇപ്പോൾ ഈ
ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ വേസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മെറ്റീരിയൽ നോക്കിയിട്ട് ആണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരിക. ചെറിയ സൈസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ ഫീറ്റിൽ നോക്കുന്ന സമയത്ത് നഷ്ടമായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.